ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്നൊരു കൊറിയൻ ഡ്രാമ ത്രില്ലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കിടന്ന് കറങ്ങുന്ന കണ്ടു. എന്നാൽ പിന്നെ കണ്ടു നോക്കാം. പെട്ടെന്നൊരു ദിവസം നായികയുടെ കുഞ്ഞിനെയും കൊണ്ട് ജോലിക്കാരി കാണാതെ പോയി. ആ സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടോ പോയി. അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ കഥകൾ ഓരോന്നായിട്ട് ഈ അമ്മ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2016 റിലീസ് ചെയ്ത മിസ്സിംഗ് വുമൺ. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ അമ്മ ധൃതിപെട്ട് തന്റെ കമ്പ്യൂട്ടറിനടുത്തേക്ക് ഓടി വരുന്നു. ഏതോ വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. അതിന്റെ തിരക്കിലായിരിക്കും അവര്. അപ്പോഴാണ് അവരുടെ കുഞ്ഞാവ തത്തി അമ്മയുടെ അടുത്തേക്ക് വരുന്നത്. അമ്മ കുഞ്ഞിനോട് പറയും, മോളെ, അമ്മയുടെ ജോലി ഇതാ കഴിഞ്ഞ ഉടനെ ഓടി വരാട്ടോ. അമ്മ ജോലിക്കാരിയെ വിളിക്കും, ഹന്മേ മോളെ എടുത്തോണ്ട് പോ. ജോലിക്കാരി വന്ന് മോളെടുത്തോണ്ട് പോകുന്നു. വലിയ പ്രായമൊന്നുമില്ലാത്ത ചെറുപ്പക്കാരി ജോലിക്കാരി. ജോലി കഴിഞ്ഞിട്ട് അമ്മ കുഞ്ഞിനെ നോക്കാൻ വരുമ്പോഴേക്കും കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞു. ആ ജോലിക്കാരി താരാട്ടുപാട്ടൊക്കെ പാടിക്കൊടുത്ത് അതിനെ ഉറക്കി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വീണ്ടും ധൃതിയിൽ ഓഫീസിലേക്ക് പോവാ. ഈ വർക്കിംഗ് വുമൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അവരുടെ ജോലി തീരത്തേയില്ല. അമ്മ ഇങ്ങനെ ധൃതിപ്പെട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കുഞ്ഞിന്റെ മൂക്കൊലിക്കുന്ന കാണുന്നു. അയ്യോ, ജലദോഷം കൂടിയല്ലോ, തുടയ്ക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ ടിഷ്യൂ എടുക്കുമ്പോഴേക്കും ഈ ജോലിക്കാരി ആ അഴുക്കിനെ വാ കൊണ്ടെടുത്ത് മാറ്റും. അപ്പം അമ്മ പറയുന്നുണ്ട്, അത് അഴുക്കല്ലേ, തുപ്പിക്കളെ, നീ എന്തിനിങ്ങനെ ചെയ്തേന്ന്. ജോലിക്കാരി അഴുക്കൊന്നുമല്ല, കുഴപ്പമില്ല, കുഞ്ഞല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇറങ്ങാൻ നേരം ഇന്ന് മോളെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചേക്കെന്ന് അമ്മ പറയുമ്പോൾ ജോലിക്കാരി ഇന്നല്ല നാളെ പോവാം, നാളെയാണെങ്കിൽ ഇവൾക്ക് വാക്സിനേഷനും കൊടുക്കാനുണ്ടെന്ന് പറയും. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ ആദ്യ മാസ ശമ്പളം ഈ ജോലിക്കാരിക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ഗിഫ്റ്റും കൂടെ ചേർത്ത് കൊടുക്കും. നീ കുഞ്ഞിനെ ഒരുപാട് നന്നായി നോക്കുന്നുണ്ട്, മറ്റുള്ള ആയമാരെ പോലെയല്ല, എനിക്ക് ഒരുപാട് സപ്പോർട്ടീവാണെന്നൊക്കെ പറഞ്ഞ് നന്ദിയും പറഞ്ഞിട്ട് അമ്മ ഇറങ്ങുന്നു. അന്ന് ജോലി കഴിഞ്ഞ് ഒരുപാട് വൈകിയാണ് ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന. കുഞ്ഞിനെ നോക്കാതെ എന്നെ കിടന്നുറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഒരു ഫോൺ കോളിലായിരിക്കും അവൾ എഴുന്നേക്കുക. സംഭവം വക്കീലാണ് വിളിക്കുന്നത്. ഇവളും ഭർത്താവും സെപ്പറേറ്റ് ആയതുകൊണ്ട് കുഞ്ഞിനെ കുറച്ചുനാൾ ഭർത്താവിന്റെ വീട്ടുകാർക്ക് കൂടി വെക്കാനുള്ള അവകാശമുണ്ട്. അതിൽ അമ്മയുടെ മെഡിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല, അതുകൊണ്ടാണ് അവർക്ക് കൂടെ വെക്കാനുള്ള അവകാശമുള്ളത്. എന്തായാലും 11 മണിക്ക് നിങ്ങൾ ജഡ്ജിന് മുന്നിൽ ഹാജരാകണം എന്ന് വക്കീല് പറയും. ശരി, ഇപ്പൊ തന്നെ പുറപ്പെടാന്ന് പറഞ്ഞിട്ട് അവൾ ധൃതിപ്പെട്ട് ഇറങ്ങുന്നു. മഗ് ഒരു ഭാഗത്ത് വെക്കുന്നുണ്ട്, ഫ്രിഡ്ജിന് മുകളിലായിട്ട്. എന്നിട്ട് കുഞ്ഞിനോട് ബൈ പറയാൻ വേണ്ടി കുഞ്ഞിന്റെ മുറി തുറക്കുമ്പോൾ കുഞ്ഞിനെയും കാണുന്നില്ല, ജോലിക്കാരിയും കാണുന്നില്ല. ഇതെങ്ങോട്ടാ ഇവള് പോയത്? ഇനി ഡോക്ടറെ കാണിക്കാനെങ്ങാനും പോയതാണോ? ശരി, എന്തായാലും സമയമായല്ലോ, പേടിക്കാനൊന്നുമില്ല, അവളുടെ കയ്യിൽ കുഞ്ഞുണ്ടാകും എന്ന വിചാരത്തോടെ ഇവള് കോർട്ടിലേക്ക് വരുന്നു. കോർട്ടിൽ അമ്മ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മാറ്റി വാങ്ങണം എന്നുള്ള പെറ്റീഷൻ കൊടുത്തിരിക്കുകയാണ് അമ്മായിയമ്മ. കുഞ്ഞിനെ എന്താ നിങ്ങൾ കൊടുക്കാത്തതെന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ, ഞാൻ ജോലി ചെയ്യുന്നൊരു മദറാണ്, എനിക്കൊരു നാനിയുണ്ട്, അവളെ നന്നായി നോക്കാനുള്ള നാനി, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും നാനി അവളെ നന്നായി നോക്കിക്കോളും, കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തരണേ എന്ന് ഇവൾ അപേക്ഷിക്കുകയാണ് ജഡ്ജിനോട്. പക്ഷെ അങ്ങനെ അപേക്ഷിച്ചിട്ട് കാര്യമില്ല, നിയമത്തിന്റെ വഴിക്കല്ലേ നടക്കുള്ളൂ. ഒരു റിട്ടേൺ പെറ്റീഷൻ സബ്മിറ്റ് ചെയ്യൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാമെന്നും പറഞ്ഞ് ജഡ്ജ് എഴുന്നേറ്റ് പോകും. ഇവളെ വക്കീല് പറയും, നിങ്ങളിങ്ങനെ കുഞ്ഞിനെ കുറച്ചു കാലം പോലും അവർക്ക് കൊടുക്കാതിരുന്നാൽ പിന്നെ നിങ്ങളുടെ ഫുൾ കസ്റ്റഡി നഷ്ടപ്പെടും. അതല്ലെങ്കിൽ കേസ് വാപ്പസ് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങളുടെ എക്സിനോട് പറഞ്ഞു നോക്കൂ, വേറെ വഴിയൊന്നുമില്ല. അവൾ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവിടെ നിന്നിറങ്ങി ധൃതിപ്പെട്ട് ഓടി ഓഫീസിലേക്ക് വരുന്നുണ്ട്. ഓഫീസിലെ മാനേജർ ആണെങ്കിൽ എല്ലാ തര ചീത്തയും അവളെ വിളിക്കുന്നു. അതിനൊന്നും മിണ്ടാതെ തലയും കുലിച്ച് അവൾ ജോലിക്ക് കയറും. ജോലിയുടെ ഇടയ്ക്ക് വീണ്ടും ആ ജോലിക്കാരിയെ വിളിക്കുന്നുണ്ട്, നാനിയെ. ഹന്മയെന്നാണ് അവരുടെ പേര്. ഹന്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ജോലി കഴിഞ്ഞ് ഇവൾ തന്റെ പഴയ ഭർത്താവിനെ കണ്ട്, കുഞ്ഞിനെ എന്റെ കയ്യിൽ തരണം, ഞാൻ അവളുടെ അമ്മയല്ലേ, നിനക്കോ താല്പര്യമില്ല കുഞ്ഞിനെ നോക്കാൻ, നിന്റെ അമ്മയാണ് ഇങ്ങനെ കേസ് കൊടുത്ത് എന്നെ വട്ടം ചുറ്റിക്കുന്നു, ഞാൻ അവളെ വളർത്തിക്കോളാം, പിന്നെ എന്താണ് നിങ്ങൾക്ക് കുഴപ്പം? അതിന് എക്സ് പറയും, എനിക്കൊന്നും അറിയില്ല, എന്റെ അമ്മയ്ക്ക് കുഞ്ഞിന്റെ കസ്റ്റഡി വേണമെന്നാണ് പറയുന്നത്. നീ എവിടെ കുഞ്ഞിനെ നോക്കുന്നു? കുഞ്ഞിനെ നോക്കുന്ന മുഴുവൻ നാനിയല്ലേ, നീ എന്റെ അമ്മയോട് സംസാരിച്ചു നോക്ക്, എനിക്കിതിൽ മറുപടിയൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് എക്സ് മാറിപ്പോകും. അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വെള്ളം കുടിച്ച മഗ് ഫ്രീസറിന് മുകളിലേക്ക് വെക്കും. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്ന പഴയ മഗ് അത് അവിടെ തന്നെ ഉണ്ട്, എടുത്തു മാറ്റിയിട്ടില്ല. ജോലിക്കാരി ഇനിയും വന്നിട്ടില്ലേ? മുറിയിൽ പോയി നോക്കുമ്പോൾ അവിടെ ഇല്ല. ഫോൺ ചെയ്ത് നോക്കും, ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആണ്. ഡോർ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു മെലിഞ്ഞ ലാലേട്ടൻ പോകുന്നുണ്ട്. ചിലപ്പോൾ പ്ലേ ഗ്രൗണ്ടിൽ കാണുമെന്ന് പറഞ്ഞിട്ട് ഇവള് പ്ലേ ഗ്രൗണ്ടിൽ ചെന്ന് നോക്കും, അവിടെയുമില്ല. സെക്യൂരിറ്റിക്കാരനോട് എൻ്റെ കുഞ്ഞിനെയും നാനിയും കണ്ടോന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ആ പെണ്ണ് ഇത്തിരി വേടാ. ഞാൻ ഒരു ദിവസം കുഞ്ഞ് ഒരുപാട് ക്യൂട്ടായതുകൊണ്ടൊന്ന് പിച്ചാൻ നോക്കി, പക്ഷെ ആ പെണ്ണ് എന്നെ ചീത്ത പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് ഓടിപ്പോയി. അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാവോ? അവിടെ നിന്ന് മമ്മി മറ്റൊരു ഫ്ലാറ്റിലേക്ക് വന്നിട്ട്, നിങ്ങളുടെ നാനി എവിടെയാണ്? എൻ്റെ നാനിയെയും കുഞ്ഞിനെയും കാണുന്നില്ല, നിങ്ങളുടെ നാനിയുടെ അനന്തരവളാണ്, നീസാണ് എൻ്റെ നാനി,
അവരാണ് എനിക്ക് ഈ പെണ്ണിനെ കൊണ്ട് തന്നത്. അപ്പൊ അടുത്ത വീട്ടിലെ സ്ത്രീ പറയും, ആ ലേഡി ജോലി നിർത്തിയല്ലോ, ഞാൻ വേണമെങ്കിൽ അവരുടെ കോണ്ടാക്ട് ഇൻഫർമേഷൻ തരാം. ശരി, അത് തരുമെന്ന് പറഞ്ഞിട്ട് ഇവള് മേടിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ആ അടുത്ത വീട്ടിലെ നാനിയാണ് നമ്മുടെ നാനിയെ കൊണ്ടുവന്ന്. സംഭവം കുഞ്ഞിന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു പഴയ നാനി നോക്കിയിട്ട്. അപ്പൊ ആ നാനിയെ പറഞ്ഞു വിട്ട് പുതിയ നാനിയെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹീറോയിൻ. അപ്പൊ അടുത്ത വീട്ടിലെ പെണ്ണ് ഇതെന്റെ അനന്തിരവളാണ്, നല്ല കുട്ടിയാണെന്നും പറഞ്ഞ് ഈ നാനിയെ കൊണ്ടുവന്നു. ഹീറോയിൻ ചോദിക്കുന്ന നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന്. അതിനൊന്നും ആ പെണ്ണൊന്നും മിണ്ടുന്നില്ല. മറ്റേ സ്ത്രീയാണ് പറയാ, ഒരുപാട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, കുട്ടികളെയൊക്കെ നന്നായിട്ട് നോക്കാൻ അറിയാം. നിങ്ങളുടെ അനന്തിരവളാണോ? അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കും. അതെ, എൻ്റെ അനന്തിരവളാണ്, പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് അപ്പുറത്തെ വീട്ടിലെ നാനി പറയുന്നുണ്ട്. കുഞ്ഞിനെങ്ങനെയാണ് പരിക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒരു ചൈനീസ് നാനി ഉണ്ടായിരുന്നു. ആ സ്ത്രീ കാണിച്ചു വെച്ച പണിയാത്. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, അവരെ ഞാൻ പറഞ്ഞു വിട്ടു. ഇവളൊന്നും മിണ്ടുന്നില്ലല്ലോ, എത്ര വർഷം നീ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അപ്പോഴാണ് ആ പെണ്ണ് വാ തുറക്കുന്നത്. അവൾക്ക് കൊറിയൻ പറയാൻ അറിയുന്നില്ല. തപ്പി 4 വർഷം എന്ന് പറയുന്നുണ്ട്. സോ അവളും ചൈനീസാണ്. ഹീറോയിൻ ഉടനെ ആ അമ്മായിനെ വിളിച്ചോണ്ട് പോയിട്ട്, നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങളുടെ നീസ് എന്നാണല്ലോ, പക്ഷെ അവള് കൊറിയനല്ല, ചൈനീസാണ്. ഇത് കേട്ട് ആ നാനി പറയും, എന്റെ മുത്തശ്ശൻ ചൈനയിലേക്ക് വർക്കിന് പോയിരുന്നു, അപ്പൊ ആ വകയിൽ ഉണ്ടായതാണ് ഈ അനന്തിരവൾ. കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ കൊറിയൻ അവൾക്ക് അറിയാം. എന്തറിയാന്ന് അവളൊന്നും പറയുന്നില്ല. അവളുടെ കയ്യിൽ നിന്ന് എന്താണ് എൻ്റെ കുഞ്ഞ് പഠിക്കാൻ പോകുന്നത്. അത് കേട്ട് ആ നാനി പറയും, അങ്ങനെ എല്ലാം തികഞ്ഞൊരു നാനീനെ തേടിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ കയ്യിൽ കിട്ടിയ ആളെ കൊണ്ടുവന്നു. ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് കരയുന്നില്ല. ആ നാനിപ്പെണ്ണ് എങ്ങനെയൊക്കെയോ അതിനെ കൊഞ്ചിച്ച് പാട്ടുപാടി അതിന്റെ കരച്ചിൽ നിർത്തിയിരിക്കുന്നു. അപ്പൊ തന്നെ ഹീറോയിൻ ഇഷ്ടമായ പെണ്ണിനെ. നീ എന്താ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, കോളിംഗ് ബെല്ല് അടിക്കാൻ പാടില്ല, കുഞ്ഞുങ്ങൾ കരയും, വാതിലിൽ നോക്ക് ചെയ്താൽ കുഴപ്പമില്ല, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഹീറോയിൻ ഇഷ്ടമായ അവളെ, നിന്റെ കയ്യിൽ ID ഉണ്ടോ, ഫോറിനർ ID, അത് തായോ, എന്നിട്ട് ജോലിക്ക് ചേർന്നെന്ന് പറയും. ഇതാണ് ഫ്ലാഷ് ബാക്കിൽ നടന്നത്. പ്രസന്റില് ഹീറോയിൻ ആ പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന അമ്മായി നാനിയില്ലേ, അവരെ വിളിക്കും, കോള് കണക്റ്റ് ആവില്ല, ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ അവളുടെ എക്സിനെ വിളിച്ച്, നിന്റെ അമ്മയെങ്ങാനും എന്റെ വീട്ടിലേക്ക് വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയോ, സത്യം പറയാന്ന് പറയും. പുള്ളിക്കാരൻ പറയും, എനിക്കറിയാൻ പാടില്ല, ഞാൻ വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാമെന്ന്. ഹീറോയിൻ വീണ്ടും തന്റെ നാനിയെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തേലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല, നീ പേടിക്കണ്ട, വായോ. ഇവള് വീട്ടിൽ എന്തെങ്കിലും സൂചനകളുണ്ടോന്ന് അറിയാൻ വേണ്ടി തപ്പി നോക്കുമ്പോഴാണ് തന്റെ ഭർത്താവിന്റെ ഹോസ്പിറ്റൽ ID കാർഡ് കിട്ടുക. അതെങ്ങനെ ഇവിടെ വന്നു? ഇവളത് കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അവര് പിരിഞ്ഞതി പിന്നെ വീട് മാറി താമസിക്കുകയാണ്. അതെങ്ങനെ ഇവിടെ വന്നു? സോ ഇനിയും വൈകണ്ടെന്ന് പറഞ്ഞ് ഇവള് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. വന്ന് തന്റെ നാനിയെയും കുഞ്ഞിനെയും കാണുന്നില്ല. പോലീസുകാര് ആ നാനിയുടെ ഡീറ്റെയിൽ ID കാർഡ് എങ്ങാനും ഉണ്ടോന്ന് ചോദിക്കും. ഇവള് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് വക്കീല് വിളിക്കുക, മാഡം കുഞ്ഞിനെ കാണാതെ പോയി എന്ന് ഞാൻ കേട്ടല്ലോ, നിങ്ങളുടെ എക്സിന്റെ ലോയർ എന്നോട് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പിഴവ് മൂലം കുഞ്ഞിനെങ്ങാനും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് അവളുടെ കസ്റ്റഡി കിട്ടില്ല. 19 വയസ്സ് കഴിയാതെ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ കാണാൻ പറ്റില്ല. ഉടനെ ഇവള് കോള് കട്ട് ചെയ്തിട്ട്, എനിക്ക് കേസൊന്നുമില്ല, എന്റെ നാനിയും കുഞ്ഞും തിരിച്ചു വന്നു എന്ന് പറഞ്ഞ് അവളുടെ ID എടുത്ത് അവിടെ നിന്ന് ഇറങ്ങും. അപ്പോഴാണ് മറ്റൊരു കുഴപ്പം കാണിക്കുന്നത്. ഈ ഫോറിനർ ID ഹീറോയിൻ കൊടുത്തില്ലേ, അതിലെ ശരിക്കുള്ള പെണ്ണ് വേറെ ഏതോ പെണ്ണാണ്. സോ IDയിൽ ഒരു പറ്റിക്കൽ അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഹീറോയിൻ ആ IDയിലുള്ള അഡ്രസ്സ് തപ്പി വരുന്നു. അവിടെ നോക്കുമ്പോൾ ഏതോ ചൈനീസ് ആൾക്കാർ, അഭയാർത്ഥികളാണ് താമസിക്കുന്നത്. ഇവള് പറയുന്നവർക്ക് മനസ്സിലാവുന്നില്ല. പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ആ അമ്മച്ചി കഥവടച്ച് ഇവള് ഓടിച്ചുവിടും. എന്തായാലും വീട്ടിലേക്ക് വന്ന പെണ്ണ് കോളിംഗ് ബെല്ല് ആരോ അടിക്കുന്നത് കേട്ടിട്ട് ഓടിച്ചെന്ന് തുറന്നു നോക്കുമ്പോൾ അത് അമ്മായി അമ്മയാണ്. ഞാൻ എന്റെ പേരക്കിടാവിനെ കാണാൻ വേണ്ടി വന്ന, എവിടെ കാണിക്കുന്നും പറഞ്ഞ് അമ്മായി അമ്മ അവിടെ നിപ്പുണ്ട്. ഇവൾ ഇപ്പോഴല്ല പിന്നീട് കാണിക്കാമെന്നും പറഞ്ഞ് ഡോറും അടച്ചിട്ട് ഒറ്റ ഓട്ടം പോയി കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആ അമ്മായി നാനി വിളിക്കുന്നത്. ഹൻമേനെയും എന്റെ കുഞ്ഞിനെയും കാണുന്നില്ല, അവരെങ്ങോട്ടാണ് പോയെന്നറിയില്ല, നിങ്ങളുടെ അനന്തിരവളല്ലേ, നിങ്ങൾക്ക് അവളെ കുറിച്ച് അറിയില്ലേ? അത് കേട്ട് ആ അമ്മായി നാനി പറയും, അയ്യോ അവളെന്റെ ആരുമല്ല, എനിക്ക് പണം തന്നു, അവളുടെ നീസാണെന്ന് പറഞ്ഞു, ജോലി വേണമെന്ന് പറഞ്ഞു, അതനുസരിച്ചാണ് ഞാൻ ചെയ്ത്, വേറൊന്നും എനിക്ക് അറിയില്ല ചേച്ചി, ഇവിടെ കുഞ്ഞു കരയുന്നുണ്ട്, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ആ അമ്മായി നാനി കോള് കട്ടാക്കും. അപ്പൊ അവിടെ ഒരു പറ്റിക്കല് നടന്നിട്ടുണ്ട്. ഇവള് നേരെ പീഡിയാട്രീഷ്യന്റെ ക്ലിനിക്കിലേക്ക് ചെല്ലുന്നു. കുഞ്ഞിനെ ആശുപത്രി കാണിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ 2 ദിവസം മുന്നേ ജോലിക്കാരി കുഞ്ഞിനെയും കൊണ്ട് ഈ ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ട്. 1 മാസത്തിന് വേണ്ട ഫ്ലൂ മെഡിസിനും വാങ്ങിയിട്ടാണ് പോയിരിക്കുന്നത്. സാധാരണ ട്രാവൽ ചെയ്യുന്ന അമ്മമാരെ അത്രയും വാങ്ങിച്ചിട്ട് പോവുള്ളൂ, അങ്ങനെയാണ് അവർ ചെയ്തിരിക്കണതെന്ന് ആ ലേഡി സ്റ്റാഫ് പറയും. ഹീറോയിൻ ആകെ കുഴപ്പം പിടിച്ച അവസ്ഥ. കുഞ്ഞാണെങ്കിൽ ജോലിക്കാരിയായിരുന്നു മമ്മ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. 2 പേരും തമ്മിൽ നല്ല ബോണ്ടായിരുന്നു. അതിൽ ഹീറോയിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തായാലും പ്രസന്റിൽ ആ മെലിഞ്ഞ ലാലേട്ടനില്ലേ, അയാൾ ഇവളുടെ വീട് പാസ് ചെയ്ത് പോകുന്നത് ഹീറോയിൻ കാണും. ഓടിച്ചെന്ന്, താൻ ഇന്നലെ ഇതുവഴി വന്നിരുന്നു, തനിക്ക് ഹൻമയെ അറിയാം, അവൾ എവിടെയാണെന്ന് പറയും. എനിക്കറിയാം, നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ തൊപ്പിക്കാരൻ പറയും, അവൾ എനിക്ക് പണം തരാനുണ്ട്, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, പക്ഷെ ഇപ്പൊ അവളെ കാണുന്നില്ല, ഞാൻ 2-3 തവണ വന്ന് നോക്കി, അവളെ കാണുന്നില്ല. ഹീറോയിൻ കരഞ്ഞുകൊണ്ട് പറയും, അവളെന്റെ കുഞ്ഞുമായിട്ട് കടന്നു കളഞ്ഞു, എങ്ങോട്ടാ പോയെന്നറിയില്ല, അവളെ കണ്ടുപിടിക്കാൻ സഹായിക്കുമോ? ഹീറോയിൻ കരഞ്ഞോണ്ട് എഞ്ചി ചോദിക്കുകയാണ്. അപ്പൊ അയാള് ഹീറോയിനെ ഒരു സ്പാ സെന്ററിലേക്ക് വിളിച്ചുകൊണ്ട് പോകും, ഒരു മസാജ് സെന്ററിലേക്ക്.
എന്നിട്ട് അവിടെ ചെന്ന് മാഗിനെ കണ്ടായിരുന്നോ, ഞങ്ങൾ മാഗിനെ അന്വേഷിച്ചാ വന്ന്, ചെറിയൊരു വിഷയമുണ്ടെന്ന് പറയും. അപ്പൊ അവിടത്തെ ലേഡി, മാഗ് പോയിട്ട് കുറെ നാളായല്ലോ, നീയല്ല അവളെ കൊണ്ടുപോയത്. എന്നിട്ട് എന്നോടാ ചോദിക്കുന്നത്. ഹീറോയിൻ ഞെട്ടിയിട്ട്, മാഗോ, ഹൻമേന്നല്ല അവളുടെ പേര്, അവൾ ഇവിടെയായിരുന്നോ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിനാൽ ലാലേട്ടനൊന്നും മിണ്ടുന്നില്ല. ഈ ലേഡിയോട് ചോദിക്കും, ഇവിടുത്തെ പെണ്ണുങ്ങളോട് ചോദിച്ചിട്ട് പറയും ഹൻമയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോന്ന്. അപ്പൊ ആ ലേഡി, പെണ്ണുങ്ങളെല്ലാം സർവീസിലാണ്, നിങ്ങളൊരു കാര്യം ചെയ്യ്, നമ്പർ എഴുതി തന്നിട്ട് പൊക്കോ, എനിക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നു, ആരെങ്കിലും എന്തെങ്കിലും വിവരം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. അങ്ങനെ ഇവര് നമ്പർ എഴുതിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഹീറോയിനൊരു കോള് വരുന്നത്. ഹലോ, ഞങ്ങളുടെ കയ്യിൽ നിന്റെ മോളുണ്ട്, ഫോൺ കട്ടാക്കരുത്, പോലീസിനെ വിളിക്കരുത്, ഞങ്ങൾ നിന്നെ വാച്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം, ആദ്യം നിന്റെ കൂടുള്ള ആളെ അവിടുന്ന് പറഞ്ഞുവിട്, കൊച്ചിനെ കിട്ടി, ഒരു ആക്സിഡന്റ് സംഭവിച്ചാണ്, ആശുപത്രിയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറി വാ. അതേപോലെ ഹീറോയിൻ കരഞ്ഞിട്ട് അയാളോട്, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, എന്റെ കുഞ്ഞ് ആശുപത്രിയിലാണ്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടി വരാണ്. ഓടി വരവേ അവളുടെ കുഞ്ഞ് കരയുന്ന ശബ്ദവും ഹൻമയുടെ ശബ്ദവും കേൾക്കാം, റിയലായിട്ട് കേൾക്കാം. അപ്പൊ അവൾക്ക് കൺഫേമായി, എന്റെ കുഞ്ഞിനൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അവള് കാറി നിലവിളിക്കുന്നു. അയാൾ അടുത്തുള്ള ATMിലേക്ക് പോകാൻ പറയും. എന്നിട്ട് $30,000 അയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. ഇവളങ്ങനെ ചെയ്യുമ്പോൾ ഇൻസഫിഷ്യന്റ് ബാലൻസ് ആണ്, പണമില്ലാത്രയും, $5,700 എങ്ങാണ്ടേ ഉള്ളൂ, അതുമാത്രം എൻ്റെ കയ്യിലുള്ളൂ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ അവൾ കരയവേ. എന്നാൽ 5 സെക്കൻഡിനുള്ളിൽ ആ ബാക്കിയുള്ള പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. ഇവള് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഉടനെ അവൻ യൂഡോ വാർഫിലേക്ക് ചെല്ല്, അവിടെ കാണുന്നു പറഞ്ഞിട്ട് കോള് കട്ടായി. ഇവൾ ഓടി ചെന്നൊരു ടാക്സി കയറി യൂഡോ വാർഫിലേക്ക് പോകും, എത്രയും പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ പോലീസുകാരെ വിളിച്ച് എൻ്റെ മോള് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ള വിവരവും പറയുന്നുണ്ട്. ഈ യൂഡോ വാർഫ് എന്ന് പറയുന്ന ഒരു പാർക്കാണ്. അവിടെ ചെന്ന് ചുറ്റും നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. തൊട്ടടുത്തുള്ള കടൽവെള്ളത്തിൽ ഈ കുഞ്ഞിന്റെ പാവക്കുട്ടികളും മറ്റ് സാധനങ്ങളും കിടക്കുന്ന കാണാം. കുഞ്ഞ് അവിടെയില്ല. അടുത്ത സീൻ കാണിക്കുന്നത് സ്റ്റേഷനിലാണ്. കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്ന് വിളിച്ചു പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വ്യാഴാഴ്ചയാണ് അവസാനമായിട്ട് നിങ്ങൾ കണ്ടത്, എന്നിട്ടിപ്പോൾ 3 ദിവസമായല്ലോ, ഇപ്പോഴാണോ കംപ്ലൈന്റ് കൊടുക്കുന്നത്? ഇത്രയും നാൾ എന്ത് പറ്റി? അതിനവളൊന്നും മിണ്ടില്ല. ഇവരാ പണം അയച്ച അക്കൗണ്ടില്ലേ, അതിന്റെ ഡീറ്റെയിൽ ചെക്ക് ചെയ്തിട്ട് പറയും അതൊരു ചൈനീസ് അക്കൗണ്ടാണ്, അതിപ്പോൾ എംപ്റ്റി ആയി, ഒരുപാട് ഫിഷിംഗ് സ്കാമുകൾ നടന്ന അക്കൗണ്ടാണത്. സോ ആരെങ്കിലും നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചതായിരിക്കും, അല്ലാതെ നിങ്ങളെ കുഞ്ഞിനെ ഒന്നും കൊണ്ടുപോയിട്ടുണ്ടാവില്ല. ഹീറോയിൻ പറയും, ഇല്ല, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെയും നാനിയുടെയും ശബ്ദം കേട്ടിരുന്നു, അതൊരു സ്കാം അല്ല, വേറെ ആരോ എന്നെ ഭീഷണിപ്പെടുത്തുന്നതാണ്. പോലീസുകാർ, സ്കാമേഴ്സൊക്കെ അങ്ങനെയാണ്. എന്തായാലും കുഞ്ഞിനെ കൊണ്ടുപോയ ആ നാനിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിക്കൂ, ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവള് ഫോൺ എടുത്ത് ഫോട്ടോ തപ്പി നോക്കുന്നുണ്ട്. ആ നാനിയുടെ ഒപ്പം നിന്ന് ഇവർ ഫോട്ടോ എടുത്തിരുന്നു, പക്ഷെ ഇപ്പൊ ഫോണിൽ ആ ഫോട്ടോ കാണുന്നില്ല. എന്താ പറ്റിയെന്ന് അറിയാൻ നിൽക്കുമ്പോഴാണ് അമ്മായിയമ്മ എൻ്റെ കൊച്ചെവിടെയെന്ന് ചോദിച്ചിട്ട് ഇവളെ പൊതുരെ തല്ലുന്നു. നീയും ആ ചൈനീസ് പെണ്ണും കൂടെ ചേർന്ന് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ, കൊച്ചിനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് സാർ, ഇവളെല്ലാവരെയും പറ്റിക്കാൻ നോക്കുകയാണെന്നും പറഞ്ഞ് വഴക്ക്. അത് കഴിയുമ്പോൾ ഹീറോയിന്റെ വക്കീല് വരുന്നുണ്ട്. കേസ് ഹീറോയിനെതിരെ തിരിയും. കാരണം ഹീറോയിന്റെ കസ്റ്റഡിയിലിരിക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കേണ്ട കുഞ്ഞിനെ കൊടുത്തിട്ടുമില്ല, ഇപ്പൊ മിസ്സിങ്ങുമാണ്. ഇനി കുഞ്ഞിനെ വളർത്താൻ കിട്ടില്ല എന്ന് മാത്രമല്ല, ഹീറോയിൻ ജയിലിൽ പോകേണ്ട അവസ്ഥയിലേക്കും വരും. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വക്കീല് പോയി കഴിയുമ്പോൾ ഹീറോയിൻ ആരും കാണാതെ ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടും. പോലീസുകാർ നോക്കുമ്പോൾ ലേഡീനെ കാണുന്നില്ല. ഹീറോയിനാണെങ്കിൽ നേരെ അവളുടെ അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി റൂമിലേക്ക് വന്ന് പഴയ CCTV ഫുട്ടേജ് നോക്കും. അപ്പോൾ വ്യാഴാഴ്ച ഇവള് കൊച്ചിനെയും കൊണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നീട് തിരിച്ചു വന്നിട്ടേയില്ല. അപ്പോഴാണ് ഈ സെക്യൂരിറ്റി ഒരു പയ്യനെ വിളിച്ചോണ്ട് വന്ന്, മേഡം, ഈ പയ്യൻ ഇവിടുത്തെ ഒരു സൈക്കിൾ അടിച്ചോണ്ട് പോയി, ഞാൻ കണ്ട് 2 കൊടുത്തപ്പോൾ അവൻ പറയുന്ന സൈക്കിൾ ഞാൻ കട്ടോണ്ട് പോയതല്ല, ആ നാനി എനിക്ക് തന്നതാണെന്നാണ്. എന്താ പറ്റിയെന്ന് ഇവർ ചോദിക്കുമ്പോഴാണ് ആ ചെക്കൻ പീഡിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നത്. നമ്മുടെ കുഞ്ഞിന്റെ പഴയ നാനിയില്ലേ, ആ നാനി പാവം കടയിൽ ചെന്ന് സാധനങ്ങളും മേടിച്ച് കുഞ്ഞിനെ തള്ളിക്കൊണ്ട് വരുമ്പോൾ ഇവള്, ഈ ഹൻമയെന്ന് പറഞ്ഞ പെണ്ണ്, ആ നാനിയുടെ കയ്യിലെ കവറെല്ലാം പൊട്ടിച്ച് പഴവും പച്ചക്കറിയെല്ലാം നിലത്തേക്കിടും. പുള്ളിക്കാരി അത് പെറുക്കിയെടുക്കാൻ ഓടുമ്പോൾ ഇവള് കൊച്ചിന്റെ വണ്ടി റോഡിലൂടെ വേഗത്തിൽ തള്ളിയിടും. ഇത് ചെന്ന് സൈഡിലിടിച്ച് കൊച്ചു മറിഞ്ഞു വീണിട്ടാണ് അതിന് പരിക്ക് പറ്റിയത്. അതുകൊണ്ടാണ് ഹീറോയിൻ ആ നാനിയെ പറഞ്ഞു വിട്ടതും പുതിയ നാനിയെ അന്വേഷിച്ചതും. സോ പ്ലാൻ ചെയ്തിട്ടായിരുന്നു നമ്മുടെ പെണ്ണ് ഹീറോയിന്റെ വീട്ടിലേക്ക് കയറിയത്. ഇതാ സ്കൂളിൽ പഠിക്കുന്ന പയ്യൻ കണ്ടതും ഇവള് സൈക്കിൾ കൊടുത്തിട്ട് അവനോട് ഒരു അക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞിരുന്നു. ഇതെപ്പോഴാണ് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഈ വർഷത്തിന്റെ തുടക്കം. അപ്പോഴാണല്ലോ ഇവള് വീട്ടിലേക്ക് വരുന്ന ജോലിക്കാരിയായിട്ട്. സോ തനിക്കറിയാത്ത എന്തൊക്കെയോ ഒരുപാട് ദുരൂഹതകൾ ഇതിന് പുറകിലുണ്ടെന്ന് ഹീറോയിന് മനസ്സിലായി. അവൾ കാർ എടുത്തിറങ്ങും. അപ്പോൾ പോലീസുകാരെ വിളിക്കുന്നുണ്ട്. മാഡം, നിങ്ങളിങ്ങനെ ഞങ്ങളെ പറ്റിച്ച് നടക്കുകയാണെങ്കിൽ പിന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കേണ്ടി വരും. ഹീറോയിൻ പറയും, ഞാൻ എൻ്റെ കൊച്ചിനെ കണ്ടുപിടിക്കാൻ പോവാ, നിങ്ങൾക്കോ കഴിയുന്നില്ല, ഒരമ്മയ്ക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അവൾ നേരെ സ്പാ സെന്ററിലേക്ക് വരുന്നു. ഈ ഹൻമയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഏതെങ്കിലും പെണ്ണിനോട് എനിക്ക് സംസാരിക്കണം, എല്ലാ പെണ്ണുങ്ങളും സർവീസിലാണ്, അത് കഴിയാൻ കുറച്ച് സമയമാവെന്ന് പറയുമ്പോൾ ഹീറോയിൻ, ഞാൻ പണം തരാം, ഹൻമയെ അറിയുന്ന ഒരു പെണ്ണിനെ വിളിക്കും. ശരി, വെയിറ്റ് ചെയ്യൂ, ഇപ്പം അവൾ വരും എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ
ആ ലേഡി വെയിറ്റ് ചെയ്യിക്കുന്നു. അപ്പോഴാണ് പഴയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഈ ഹൻമേ, എനിക്ക് ജോലി വേണം, എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്തോളാം, പണത്തിന് വേണ്ടിയിട്ടാണ്, പണത്തിന്റെ അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് ഈ സ്പാ സെന്ററിലേക്ക് വരുന്നു. ഇവിടുത്തെ ജോലി കുറച്ച് അഡൽട്ട് പരിപാടിയാണ്, അതിനൊക്കെ സമ്മതമാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും സമ്മതമാണെന്ന് നമ്മൾ പറയും. അപ്പോഴാണ് ഒരു കസ്റ്റമർ കയറി വരുന്നത്. ഈ കസ്റ്റമർ ഹൻമയെ കണ്ട ഉടനെ ചൈനീസിൽ നീ പുതിയ ലേഡിയാണല്ലേ എന്ന് ചോദിക്കും. ചൈനീസ് കേട്ട ഉടനെ അവൾക്ക് സന്തോഷമായി. രണ്ടുപേരും തമ്മിൽ അപ്പം തന്നെ കണക്റ്റഡായി. അയാളുടെ പേര് ഹൻയുക്ക് എന്നാണ്. ഈ ഹൻയുക്ക് ആരാണെന്ന് ഹീറോയിൻ ചോദിക്കും. അപ്പൊ ലേഡി, ആ സ്പാല ലേഡി, നീ മണ്ടിയാണോ പെണ്ണെ, അന്ന് പിന്നെ നിന്നെ വിളിച്ചോണ്ട് വന്ന ആരാ, അവൻ തന്നെയാണ് ഹൻയുക്ക്, അവനൊരു ബ്രോക്കറാ, പണത്തിന് വേണ്ടി എന്തും ചെയ്യും, ലീഗലോ ഇല്ലീഗലോ. ഫ്ലാഷ് ബാക്കിൽ ഈ ഹൻയുക്കും നമ്മുടെ ഹൻമയും തമ്മിൽ ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയം. അപ്പൊ ഇവളുടെ കയ്യിലൊരു മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. അത് ഹൻയുക്ക് തട്ടിപ്പറിച്ച് വായിച്ചു നോക്കുമ്പോൾ ലിവർ ബയോപ്സി, ലിവർ ട്രാൻസ്പ്ലാന്റിന്റെ എങ്ങാണ്ട് എന്തോ റിപ്പോർട്ടാണത്. നിനക്ക് സുഖമല്ലേ, ഇതെന്താ പറ്റിയത്, എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അയാള്. അവള് പറയും, എനിക്കല്ല മറ്റൊരാൾക്കാണ്, എന്റെ ലിവർ കൊടുക്കാൻ പറ്റുമോ എന്നെനിക്ക് നോക്കണമായിരുന്നു, അതിനുവേണ്ടി എടുത്ത ബയോപ്സിയാണത്. ഇതും പറഞ്ഞ അവള് വസ്ത്രം മാറി എങ്ങോട്ടോ പോകുന്നുണ്ട്. നീ എങ്ങോട്ടാ പോകുന്നത്, ഞാൻ 2 സ്ലോട്ടിന് പണം കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ, ഞാൻ 2 മണി മുതൽ 4 മണി വരെ ഇവിടെ ഉണ്ടാവില്ല, എനിക്ക് പുറത്ത് വർക്കുണ്ടെന്നും പറഞ്ഞ് ഇവളിറങ്ങും. അവൾ എങ്ങോട്ടാ പോണേന്നുള്ളത് ഈ സ്പാക്കാരിയോടും പറഞ്ഞിട്ടില്ല. സ്പാക്കാരി അവൾ ദിവസവും 2-4 മണിക്കൂർ എങ്ങോട്ടേലും പോകും. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ കരഞ്ഞിട്ടോ ചിലപ്പോൾ ചിരിച്ചിട്ടോ ആയിരിക്കും. പെട്ടെന്നൊരു ദിവസം പെണ്ണിനെ കാണാതായി. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. ഇപ്പൊ സർവീസ് കഴിഞ്ഞു വന്നൊരു ലേഡി, ഒരു പെണ്ണ്, ഹൻമയുടെ ചില സാധനങ്ങൾ ഹീറോയിന് കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് അവളുടെ പെട്ടി, ഇവിടെ ഉണ്ടായിരുന്ന പെട്ടി. ഹീറോയിൻ ആ പെട്ടിക്കകത്ത് നോക്കുമ്പോൾ ഒരു കൊച്ചിന്റെ ഫോട്ടോ കാണും. അവൾക്ക് കുഞ്ഞുണ്ടായിരുന്നോ, അവൾക്കൊരു കുടുംബമുണ്ടോ, അവരെവിടെയാണ് താമസിച്ചിരുന്നത് വല്ലതും അറിയോ? അതിനാ സ്പാല പെണ്ണ് പറയും, ഞങ്ങളൊന്നും പരസ്പരം കുടുംബപരമായ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാറില്ല. ആ പെട്ടിയിലൊരു ഫോട്ടോ ഉള്ളത് ഇപ്പോഴാണ് ഞാൻ തന്നെ കാണുന്നത്, എനിക്ക് കസ്റ്റമർ വന്നു, ഞാൻ പോണെന്ന് പറഞ്ഞ് ആ പെണ്ണ് അവിടെ നിന്ന് പോകും. ഹീറോയിൻ ഈ കൊച്ചിന്റെ ഫോട്ടോ തിരിച്ചു നോക്കുമ്പോൾ മഹാ സ്റ്റുഡിയോ December 12, 2013 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സമയത്ത് പോലീസുകാര് ഹീറോയിന്റെ ബിൽഡിങ്ങിലെ പഴയ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഹീറോയിനും ആ മെലിഞ്ഞ ലാലേട്ടൻ പാർക്യോങ്ങും ഒരുമിച്ച് പോകുന്ന കാണും. പാർക്യോങ്ങുമായിട്ട് ഇവൾക്ക് എന്താണ് ബന്ധം? ഈ സമയത്ത് പാർക്യോങ് ഏതോ ഒരു ATM നിന്ന് കുറെ പണം വലിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആരും അറിയാതെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. അതേസമയം ഹീറോയിൻ ആ നാനിയുടെ കൊച്ചിന്റെ ഫോട്ടോയുടെ പിന്നില് ഒരു സ്റ്റുഡിയോയുടെ അഡ്രസ്സ് കണ്ടില്ലേ, ആ അഡ്രസ്സും തപ്പി വരാണ്. മൗവ സ്റ്റുഡിയോ കണ്ടുപിടിച്ചു. രാത്രി ആയതുകൊണ്ട് തുറന്നിട്ടില്ല. ഇവള് കാത്തിരിക്കും. രാത്രി അനാവശ്യമായ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും അത് കണ്ട് പേടിച്ച് കണ്ണുറക്കുമ്പോൾ സ്റ്റുഡിയോ തുറന്നിരിക്കുന്നു. ഓടിച്ചെന്ന് അവിടുത്തെ ആളോട് അന്വേഷിക്കും. ഈ ഫോട്ടോ കൊടുത്തിട്ട് കുറെ നാൾ മുന്നത്തെ ഫോട്ടോയാണത്. അയാൾ പരിശോധിച്ച് നോക്കുമ്പോൾ കുഞ്ഞും അമ്മയും ചേർന്നിട്ടുള്ള ഫോട്ടോ പഴയ ഫോട്ടോഗ്രാഫിക് ഫിലിമിനകത്തുണ്ടാവും. ആ ഫിലിമിൽ നോക്കുമ്പോൾ നമ്മുടെ ഹൻമയുടെ കയ്യിലൊരു കുഞ്ഞുണ്ട്, അവളുടെ കുഞ്ഞ്. രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോ എടുത്തിരിക്കുന്നു. ഈ സ്റ്റുഡിയോയിലെ രജിസ്റ്ററിൽ അച്ഛന്റെ അമ്മയുടെയും പേരെഴുതിയിട്ടുണ്ടാവും. അച്ഛന്റെ പേര് ഹാൻസുക്കോ എന്നാണ്. അഡ്രസ്സും ഉണ്ട്. ആ സമയത്ത് ഇവിടെ പോലീസുകാർ പാർക്ക് ഹ്യോങ്ങിനെ അന്വേഷിച്ച് സ്പാ വരെ എത്തിക്കഴിഞ്ഞു. സ്പായിൽ നിന്നാണ് അവർക്ക് മനസ്സിലാവുക ഹൻമേ എന്നൊരു പെൺകുട്ടി ഈ സ്പാല് ജോലി ചെയ്തിരുന്നു. എന്നിട്ടാണ് അവള് നാനിയായി ഹീറോയിന്റെ വീട്ടിലേക്ക് വന്നതെന്ന്. 4 വർഷം മുന്നേ അവളുടെ കല്യാണം കഴിഞ്ഞിരുന്നു. ഒരു കൊച്ചുണ്ട്. ഭർത്താവിന്റെ പേര് ഹാൻസുക്കോ എന്നാണ്. ഇവർ ആ സ്പാക്കാരിയോട് പാർക്ക് ഹ്യോങ്ങോ ഹൻമയോ ആരെങ്കിലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസിന് വിവരം അറിയിക്കണം എന്ന് പറയും. ഇപ്പൊ ചീഫ് പോലീസ് ആ പെൺകുട്ടി കൊറിയയിലേക്ക് ഇല്ലീഗലായിട്ട് എൻട്രായി ചൈനയിൽ നിന്ന്. എന്നിട്ട് ഒരു കൊറിയക്കാരനെ കല്യാണം കഴിച്ചു. ഒരു കുഞ്ഞു പിറന്നു. അത് കഴിഞ്ഞ് ഈ പാർലറിൽ ജോലിക്ക് വന്നിരിക്കുന്നു. പിന്നീട് നാനിയായി. ആ വീട്ടിലെ കുഞ്ഞുമായിട്ട് കാണാതെ പോയി. ഇതാണ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. ഇതിനു പിന്നിൽ മറഞ്ഞിരിക്കുന്ന എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ഇത് ചീഫ് പറഞ്ഞു തീർക്കുമ്പോൾ ഒരു PC വന്നിട്ട് സർ പാർക്യോങ്ങിനെ പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട്, അവരെത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്ന് പറയും. ഈ സമയത്ത് ഹീറോയിൻ ഹൻമയുടെ ഭർത്താവിന്റെ അഡ്രസ്സല്ലേ ആ വീട്ടിലേക്ക് വരുന്നു. അവിടെ ആരെയും കാണുന്നില്ല. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാണ്. പെട്ടെന്നാണ് ഒരു അയൽക്കാരി വന്നിട്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുക. ഹീറോയിൻ ആ അയൽക്കാരിയുടെ വീട്ടിലേക്ക് പോകും. ഹൻമെ തന്റെ ബന്ധുവാണെന്നാണ് ഹീറോയിൻ ആ അയൽക്കാരിയോട് പറയുക. ഇപ്പൊ ഹൻമെ എവിടെയാണെന്ന് ചോദിക്കും. അവർക്കറിയില്ല. ആ വീട്ടിലെ സ്ത്രീയും ഇതുപോലെ ഇല്ലീഗലായിട്ട് ചൈനയിൽ നിന്ന് വന്ന ലേഡിയാണ്. ആ ലേഡി ഇയാള് കല്യാണം കഴിച്ചു. സോ അവർക്ക് കുഴപ്പമില്ലാതെ കൊറിയയിൽ ജീവിക്കാം. അതേപോലെ വന്നതാണ് ഈ ഹൻമയും. ഹൻമയെ അയൽ വീട്ടുകാർ സഹായിക്കാന്ന് പറഞ്ഞു. അവൾ ആ വീട്ടിലെ മനുഷ്യൻ കല്യാണം കഴിച്ചാൽ അവൾക്ക് ഈ കൊറിയയിൽ ജീവിക്കാം. അങ്ങനെ ആ വീട്ടുകാർ ഹൻമയെ കൊണ്ടുപോയെങ്കിലും അവർ വീടിനകത്ത് കെട്ടിയിട്ട് അവളെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഈ അയൽക്കാര് ചെന്ന് വിളിച്ചിട്ട് പോലും അവർ ആ പെൺകുട്ടിയെ കാണിക്കില്ല. ആ അമ്മച്ചിയും ആ അമ്മച്ചിയുടെ മോനും വീട്ടിലെ ജോലിയെല്ലാം അവളെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഒരുപാട് തല്ലും ചെയ്യും. ഈ അയൽക്കാരൻ ഞങ്ങൾ കൊറിയൻ പഠിപ്പിക്കാൻ ആ പെണ്ണിനെ കൊണ്ടുപോകട്ടെ, എന്നാലല്ലേ അവൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വിളിക്കുന്നുണ്ട്. എന്നാൽ ആ അമ്മച്ചിയും മോനും സമ്മതിക്കുന്നില്ല. ആ അമ്മച്ചിയുടെ മോൻ നല്ലവനല്ല, ഒരു മോശം ക്യാരക്ടറാണ്. ഇവർ ആ പെണ്ണിന്റെ മുടിയെല്ലാം വെട്ടി ഒരുപാട് തല്ലിയിട്ടുമുണ്ട്. ആ അമ്മച്ചിയുടെ മോനും ഹൻമയും തമ്മിൽ കല്യാണം കഴിഞ്ഞ അവള് ഗർഭിണിയായപ്പോൾ അവരധികം ഉപദ്രവിക്കില്ല. ആ സമയത്ത് ഈ അയൽക്കാരൻ ഹൻമയെ കൊറിയൻ ക്ലാസ്സിന് കൊണ്ടുപോയിരുന്നു. കുറച്ചൊക്കെ കൊറിയൻ അവിടെ നിന്നാണ് അവൾ പഠിച്ചത്. അവള് തുണിയിൽ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യും. നല്ല രസമാണ്. ഈ അയൽക്കാരി ചൈന ലേഡി മാത്രമാണ് അവൾക്ക് കൂട്ടുകാരിയായിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം രാത്രി കുഞ്ഞിന് സുഖമില്ല, ഞങ്ങൾ സഹായിക്കണം, അവളുടെ ശരീരം ചുട്ടുപൊള്ളുന്നെന്ന് പറഞ്ഞിട്ട് ഹൻമ
ഹന്മെ കുഞ്ഞിനെയും കൊണ്ട് അയൽക്കാരുടെ അടുത്തേക്ക് വന്നു. ഇവർ നേരെ ക്ലിനിക്കിൽ കൊണ്ടുപോകും. ഡോക്ടർ എത്രയും പെട്ടെന്ന് വലിയ ആശുപത്രിയിലേക്ക് കൊച്ചിനെ മാറ്റാൻ പറയും. പക്ഷെ കൊച്ചിനു വേണ്ടി പണം ചെലവാക്കാൻ ഈ തന്തയോ തന്തയുടെ അമ്മയോ തയ്യാറാവില്ല. ഗാർഡിയൻ ലെറ്ററിൽ സൈൻ പോലും അയാൾ ചെയ്യില്ല. ഈ കുഞ്ഞിനു വേണ്ടി അത്രയും പണമൊന്നും ചെലവാക്കേണ്ട ആവശ്യമില്ല. ഇത് ചത്തുപോയാൽ അടുത്ത കുഞ്ഞിനെ പ്രസവിക്കാം, മിണ്ടാതെ വായൊന്നും പറഞ്ഞ് ഇവർ ആ കുഞ്ഞിനെയും വണ്ടി കയറ്റി അവിടുന്ന് എടുത്തുകൊണ്ട് പോയി കളയും. അമ്മ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും അവർ കേൾക്കില്ല. വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോൾ ആ അയൽക്കാരൻ പറയാണ്, കുറച്ച് നാൾ കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അവൾ ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. പിന്നീട് ഒരു തവണ എന്റെ ഭാര്യയ്ക്ക് വിളിച്ച് ഏതോ ആശുപത്രിയിലാണ് അവിടെ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഹീറോയിന് ആ കുഞ്ഞിന്റെ ഫോട്ടോ അയൽക്കാരി കാണിച്ചു കൊടുക്കും. ഹീറോയിൻ അത് ഏത് ആശുപത്രിയാണെന്ന് അറിയുമെന്ന് ചോദിക്കും. ഇവർക്കറിയില്ല. ഇവളെന്തായാലും ആ ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴാണ് പോലീസ് വരിക. അവരെങ്ങനെയോ അന്വേഷിച്ച് പിടിച്ച് ഹീറോയിന്റെ സ്പോട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇവൾ ഓടി രക്ഷപ്പെടാൻ നോക്കും, നടക്കില്ല. അവർ പിടിച്ച് ലോക്ക് ചെയ്തു. ഈ സമയത്ത് ഹന്മയുടെ അമ്മായിയമ്മയില്ലേ, ആ ക്രൂര സ്ത്രീ, ആ സ്ത്രീ മോനെ കാണാനില്ലെന്നും പറഞ്ഞ് സ്റ്റേഷനിൽ വന്ന് ഭയങ്കര ബഹളം. ഹീറോയിൻ അതാരാണെന്നൊന്നും അറിയില്ല. അപ്പോഴാണ് പോലീസ് ചീഫ് വന്നിട്ട്, നിങ്ങളിങ്ങനെ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരുന്നാൽ ഞങ്ങൾ എന്താ ചെയ്യുക, ഇനി റിമാൻഡ് ചെയ്യാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കവേ ഹീറോയിന് പെട്ടെന്ന് ആ കുഞ്ഞിട്ടിരിക്കുന്ന വസ്ത്രം, ഹോസ്പിറ്റലിലെ വസ്ത്രം വെച്ച് അത് ഏത് ആശുപത്രിയാണെന്ന് മനസ്സിലായി. ഇവളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ആശുപത്രി. അവളുടനെ ആ പോലീസുകാരന് അത് കാണിച്ചു കൊടുത്തിട്ട് പറയും, കണ്ണം കാത്തലിക് ഹോസ്പിറ്റൽ, എന്റെ പഴയ ഭർത്താവ് അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്, അവളുടെ കുഞ്ഞിനെയും അവിടെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിലെന്തോ കുഴപ്പമുണ്ട് സാർ. ഉടനെ അവള് ഭർത്താവിനെ വിളിക്കുന്നുണ്ട്. നീയും ഹന്മയും തമ്മിൽ എന്താണ് ബന്ധം, നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണോ എന്റെ കൊച്ചിനെ കൊണ്ടുപോയത് എന്ന് അവള് ചോദിക്കും. പുള്ളിക്കാരൻ എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പോലീസുകാരെന്തായാലും ഹീറോയിനെയും വിളിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഇവർക്ക് ഹന്മയുടെ കൊച്ചിന്റെ വിവരങ്ങൾ കിട്ടും. ആ കുഞ്ഞിന് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ 2 വർഷത്തിൽ മരിക്കും. അമ്മയുടെ ബ്ലഡ് മാച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് ലിവർ കൊടുക്കാൻ പറ്റില്ല. ഇവര് ഡോണറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാർ അവരെ ഡിസ്ചാർജ് ചെയ്യിച്ചു. നമ്മുടെ പാർക്ക് ഹ്യോങ് ഇല്ലേ, അവൻ ഈ ഓർഗൻ ട്രാഫിക്കിങ്ങിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഒരുപക്ഷെ അമ്മയുടെ, അതായത് ഹന്മയുടെ ഓർഗൻ കൊടുത്തിട്ട് കുഞ്ഞിന് വേണ്ട വേറെ ഓർഗൻ സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലോ. പോലീസുകാരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആശുപത്രിയിൽ ഒരു ലേഡി നഴ്സുമാരോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഹന്മയുടെ കുഞ്ഞിന്റെ ഫോട്ടോ കാണിച്ചിട്ട്. നഴ്സുമാരൊന്നും കേൾക്കുന്നില്ല. ആ സമയത്താണ് പോലീസുകാർ ഹീറോയിന്റെ ഭർത്താവില്ലേ, പുള്ളിക്കാരനോട് ഹന്മയുടെ കയ്യിൽ എങ്ങനെ നിങ്ങളുടെ ID കാർഡ് വന്നു എന്ന് ചോദിക്കുക. എനിക്കറിയില്ല, എനിക്ക് ആ സ്ത്രീയെ അറിയാനേ പാടില്ലെന്ന് ഡോക്ടർ പറയും. ഈ നേരത്ത് പോലീസുകാർക്ക് ഒരു പാലത്തിനടിയിൽ വെച്ച് വാനിനകത്തു നിന്നും കരിഞ്ഞ ഒരു ഡെഡ് ബോഡി കിട്ടും. അവർ കാറ് പാർക്ക് ചെയ്ത് ഹീറോയിനോട് വണ്ടിക്കകത്തിരിക്കാൻ പറഞ്ഞ് ചെന്ന് ബോഡി നോക്കിക്കൊണ്ടിരിക്കവേ ഹീറോയിനും ചെന്ന് ആ ബോഡി നോക്കുന്നു. പോലീസുകാർ അവളെ പിടിച്ചു മാറ്റും. പെണ്ണ് കരയുമ്പോൾ പറയും, ഇല്ല നിങ്ങൾ പേടിക്കണ്ട, ഈ ബോഡിക്കൊപ്പം കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് അവളെ തിരിച്ചു കൊണ്ടുപോകുന്നു. ഈ സമയത്താണ് ഹീറോയിൻ ഒരു കാര്യം ആലോചിക്കുക. ഒരു ദിവസം വൈകിയാണ് ഹന്മ വീട്ടിലേക്ക് വന്നത്. അവളെ കാണാൻ അപ്സെറ്റായിരുന്നു. നീ ഓക്കെ അല്ലേ ഹന്മേ എന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോഴാണ് അവളുടെ വയറിൽ ഒരു മുറിപ്പാടുള്ളതായിട്ട് ഹീറോയിൻ കണ്ടത്. അതിനെപ്പറ്റി അവൾ ചോദിച്ചൊന്നുമില്ല. ഇപ്പൊ പോലീസുകാരും ഹീറോയിനും ആശുപത്രിയിലേക്ക് എത്തി. ആശുപത്രിയിലൂടെ നടന്നു പോകവേ ഹന്മെ പാടിക്കൊണ്ടിരുന്നൊരു പാട്ടുണ്ട്, ചൈനീസ് പാട്ട്, ചൈനീസ് താരാട്ട്. അതാരോ പാടുന്നതായിട്ട് ഹീറോയിൻ കേൾക്കും. ഹീറോയിൻ പോയി നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു ലേഡി, ആ ലേഡി, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പാട്ട് അറിയാം, എവിടെന്നാ പഠിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ലേഡി അമ്മ എല്ലാ കാര്യങ്ങളും പറയും. ഇവിടുത്തെ ഡോക്ടേഴ്സിന് ആ പെൺകുട്ടിയെ അറിയില്ലായിരിക്കാം, പക്ഷേ എല്ലാ നഴ്സുമാർക്കും അറിയാം, ഞങ്ങളെല്ലാവർക്കും അറിയാം. സിംഗിങ് ചൈനീസ് വുമൺ എന്നാണ് ഞങ്ങൾ അവളെ വിളിച്ചിരുന്നത്. അവളുടെ കുഞ്ഞ് സുഖമില്ലാതെ ഇവിടെയാണ് കിടന്നത്. അതിനെപ്പോഴും അവൾ പാട്ട് പാടിക്കൊടുക്കും. ആ പാട്ട് കേട്ട് ഞങ്ങളുടെ കുട്ടികളും കിടന്നുറങ്ങുമായിരുന്നു. ഇവൾ ആശുപത്രിയിൽ അടയ്ക്കേണ്ട പണം പെൻഡിങ് ആണ്. അതുകൊണ്ട് ഒരാഴ്ചയ്ക്കകം പണം അടച്ചില്ലെങ്കിൽ ഇവരെ പുറത്താക്കുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നു. അവള് സമ്മതിച്ചാണ്. പാവം പെണ്ണിന്റെ കയ്യിൽ അന്ന് പണം ഉണ്ടായിരുന്നില്ല. പാവം കുഞ്ഞെടുക്കുന്നതൊക്കെ കാണുമ്പോൾ സങ്കടം വരും. ഇവൾക്ക് പാർക്ക് ഹ്യോങ്ങിനെ പരിചയമുണ്ടല്ലോ. അങ്ങനെ ഇവള് പണം വേണം, എനിക്ക് കൂടുതൽ പണം വേണമെന്ന് പറഞ്ഞ് വിളിക്കും. പാർക്ക് ഹ്യോങ് ഓർഗൻ ട്രാഫിക്കിങ്ങിന്റെ ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഒരാഴ്ചയ്ക്കകം പണം കിട്ടും, അതേപോലെ ഡോണറേയും കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ ഒരു കിഡ്നി എങ്ങാണ്ട് ആ ഓർഗൻ ട്രാഫിക്കിങ്ങിന്റെ ആൾക്കാർക്ക് കൊടുക്കുന്നത്. എന്നാൽ ഒരാഴ്ച ആവുമ്പോഴേക്കും ആശുപത്രിക്കാര് ഇവളെയും ഇവളുടെ കൊച്ചിനെയും പുറത്താക്കും. ഇവൾ എത്ര കരഞ്ഞു പറഞ്ഞിട്ട് അവർ കേൾക്കില്ല. കുറച്ച് സമയം കൂടി കാത്തിരിക്കോ, പണവുമായിട്ട് ആള് വരും എന്നവൾ പറയുന്നുണ്ട്. പക്ഷെ അവർ കേൾക്കില്ല. ഈ കുഞ്ഞിന്റെ ഗാർഡിയനായിട്ട് വരുന്ന കൊറിയക്കാരനായ അച്ഛനാണ്. ആ അച്ഛൻ എഴുതി കൊടുത്തിട്ടുണ്ട്, ഈ കുഞ്ഞിന് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, ഞങ്ങൾ പണം അടക്കില്ല, ഡിസ്ചാർജ് ചെയ്തേക്കെന്നും പറഞ്ഞു. ഹന്മയ്ക്ക് അവിടുത്തെ പൗരത്വം ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് ലീഗൽ റൈറ്റ്സും ഇല്ല. അവരെ പിടിച്ച് ഹന്മയെയും കൊച്ചിനെയും പുറത്താക്കുന്നു. തടയാൻ ശ്രമിക്കുമ്പോൾ തനിക്ക് ഓപ്പറേഷൻ നടത്തിയില്ലേ, ആ സ്ഥലം തന്നെ ഇടിച്ച് രക്തം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. അവളെ കൊണ്ട് അനങ്ങാൻ പറ്റുന്നില്ല. സഹായിക്കണേന്ന് പറഞ്ഞ് ഒരാളുടെ ശരീരത്തെ അവൾ കയറി പിടിക്കും. അപ്പോഴാണ് ഹീറോയിന്റെ ഭർത്താവിന്റെ ID കാർഡ് നിലത്തേക്ക് വീഴുന്നത്. അയാൾ മൈൻഡാക്കില്ല, മാറിപ്പോകും. ആരും സഹായത്തിനില്ല. കുഞ്ഞു പാവം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇവരെ ഒഴിവാക്കി. അപ്പോഴാണ് ഇവള് ശ്രദ്ധിക്കുക, ആ ഡോക്ടറും ആ ഡോക്ടറുടെ ഭാര്യയും അവരുടെ കുഞ്ഞിനെ കൊണ്ടുപോയി ഇവളെ കുഞ്ഞിനെ കിടത്തിയ ബെഡിൽ കിടത്തിയിരിക്കുന്നു. വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ ഹീറോയിൻ തിരിച്ച് തന്റെ വീട്ടിലേക്ക് വരും. പോലീസുകാർ അവിടെ ഭയങ്കര പരിശോധനയിലാണ്.
അപ്പോഴാണ് ആശുപത്രിയിൽ നടന്ന സംഭവം എന്താണെന്നുള്ളത് ഹീറോയിൻ മനസ്സിലാക്കുക. അവളുടെ കുഞ്ഞിന് വളരെ സുഖമില്ലാത്ത അവസ്ഥയിൽ ഈ ഭർത്താവ് ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്കാണ് കുഞ്ഞിനെയും കൊണ്ട് അവൾ പോയത്. പക്ഷെ കുഞ്ഞിനെ കിടത്താൻ ബെഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭർത്താവ് മുന്നിട്ടിറങ്ങി ആരെങ്കിലും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഹൻമെ ഒരുപാട് നാളായിട്ട് കാശ് കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ആ പെണ്ണിനെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി ഈ ഭർത്താവാണ് ആ പെണ്ണിനെ ഡിസ്ചാർജ് ചെയ്തത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ഹൻമയ്ക്ക് ഇവരോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടാവുക. ഇവള് വെള്ളം കുടിച്ച 3ാമത്തെ കപ്പ് ഫ്രീസറിന് മുകളിലേക്ക് വെക്കുമ്പോഴാണ് ശ്രദ്ധിക്കുക, ഹൻമ എംബ്രോയിഡറി വർക്ക് ചെയ്ത ഒരു ക്ലോത്ത് അതിന് പുറത്തുണ്ടായിരുന്നു. ആ ക്ലോത്തിൽ തന്റെ കുഞ്ഞിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അവളുടെ കുഞ്ഞിന്റെ പേര്. ഒരിക്കൽ തണുത്തിരിക്കുന്ന ഭക്ഷണം ഇവള് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഹീറോയിൻ ചോദിച്ചു, ഇതെന്താ അത്ര തണുത്തിരിക്കണേന്ന്. തണുപ്പാണ് നല്ലതെന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു. സംശയം തോന്നിയ ഹീറോയിൻ ആ ഫ്രീസർ തുറന്നു നോക്കും. അപ്പം അതിനകത്തുണ്ട് ഒരു കൊച്ചു കുഞ്ഞ് തണുത്ത് മരവിച്ച് മരിച്ചു കിടക്കുന്നു. അവൾ വാവിട്ട് കരയും. കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയ പെണ്ണ് ഒരു സെക്കൻഡ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പിന്നിലേക്ക് മാറാണ്. അപ്പോഴേക്കും ബാക്കിയുള്ള പോലീസുകാരും അമ്മായിയമ്മയും എല്ലാവരും വന്ന് ആ കുഞ്ഞിനെ നോക്കും. അമ്മായിയമ്മ പറയും, ഇത് ഡന്നയല്ല, നമ്മുടെ കൊച്ചല്ല, മറ്റേതോ ഒരു കൊച്ചാണ്. സോ ആ കുഞ്ഞ് ഹൻമയുടെ കുഞ്ഞായിരുന്നു. വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ കുഞ്ഞിനെ ഇവര് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയില്ലേ, തന്റെ ഓർഗണും പെണ്ണ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ പണവും കിട്ടിയിട്ടില്ല. കുഞ്ഞിനെ ഏതോ ഒരു മുറിയിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയായിരുന്നു, ഇനി എന്തെങ്കിലും ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി. അപ്പോഴാണ് അമ്മ ശ്രദ്ധിക്കുന്നത്, കുഞ്ഞിന് അനക്കൂല, അതിന്റെ ശരീരം ചുട്ടു പൊള്ളുന്നുണ്ട്. ഇവളെ എമർജൻസിക്ക് വിളിക്കും, പക്ഷെ എന്താ പറയേണ്ടതെന്നറിയില്ല. കൊറിയൻ നേരെ പറയാൻ അറിയില്ലല്ലോ, അവര് ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ഓടുകയാണ് അമ്മ. ഓടി ഓടി ഒരുപാട് ദൂരം പോയപ്പോഴാണ് മനസ്സിലാവുന്നത് കുഞ്ഞിന് തീരെ അനക്കൂല, അത് മരിച്ചു കഴിഞ്ഞു. ആരും സഹായത്തിനില്ല, എല്ലാം നഷ്ടപ്പെട്ട ഒരമ്മ. അവള് വാവിട്ട് കരയാണ്. വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ പോലീസുകാർക്ക് മറ്റേ മെലിഞ്ഞ ലാലേട്ടനെ കൈ കിട്ടി. ഇവർക്കൊരു വാനും അതിനകത്ത് കത്തിക്കരിഞ്ഞ ബോഡിയും കിട്ടിയില്ലേ. ആ വാൻ മുഴുവൻ ഈ പാർക്യോങ്ങിന്റെ ഫുട് പ്രിന്റ്സ് ആയിരുന്നു. അവൻ തന്നെയാണ് ആ കാറ് വാടകയ്ക്ക് എടുത്തത്. സോ വ്യക്തമാണ് ഇവൻ തന്നെയായിരിക്കണം ആ മനുഷ്യനെ കൊന്നിട്ടുണ്ടാവുക. ആ മനുഷ്യൻ മറ്റാരുമല്ല, നമ്മുടെ ഹൻമയുടെ ഭർത്താവ്. ആ ഒരു മോശ സ്വഭാവമുള്ള ക്യാരക്ടറല്ലേ പുള്ളിക്കാരൻ. സോ ആ ഭർത്താവിനെയും കൊന്നിട്ട് കുഞ്ഞിനെ നീ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയോ? കുഞ്ഞെവിടെ? ഹൻമയെവിടെ? അതിനവനൊന്നും മിണ്ടില്ല. എനിക്കൊന്നും അറിയാൻ പാടില്ല, നിങ്ങൾ പോലീസല്ല കണ്ടുപിടിക്കുന്നു പറയും. പോലീസിന് ദേഷ്യം പിടിച്ചിരിക്കുമ്പോഴാണ് ഹീറോയിൻ നേരെ അകത്തേക്ക് കയറി വന്നിട്ട് അവന്റെ കാലി പിടിച്ച് ചോദിക്കുക, എനിക്ക് എൻ്റെ മോളെ തിരിച്ചു തരൂ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യവും തരാം, ദയവ് ചെയ്ത് എൻ്റെ മോളെ തിരിച്ചാ, എനിക്ക് എൻ്റെ മോളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പോഴാണ് പാർക്യോങ് മനസ്സലിഞ്ഞിട്ട് സംഭവിച്ച കാര്യങ്ങൾ പറയുക. കുഞ്ഞിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ അപ്പന്റെ സമ്മതം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പൊ ഇവള് സമ്പാദിച്ച പണം അപ്പന് കൊടുത്തിട്ട് അയാളോട് ഡോക്യുമെന്റിൽ സൈൻ ചെയ്യാൻ പറയും. അയാളാണെങ്കിൽ പണം കിട്ടിയപ്പോൾ സ്നേഹം അഭിനയിച്ച് കാണിക്കുക, എന്നിട്ട് ഇവളെ ഉപയോഗിക്കാനും കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ പാർക്യോങ് വിടില്ല. അവൻ നാറിയായതുകൊണ്ട് ഒരു മുട്ടം വടിയെടുത്തിട്ട് തല്ലുവാണ് അവനെ. ഇവള് പാർക്യോങ്ങിന്റെ കാലി വീണ് കരയും, എൻ്റെ മോളെ അഡ്മിറ്റ് ചെയ്യാൻ ഇവനുണ്ടെങ്കിലേ നടക്കുള്ളൂ, ദയവ് ചെയ്ത് നീ ഇതിൽ കുഴപ്പമുണ്ടാക്കരുത്, അവന്റെ സഹായം നമുക്ക് വേണം, നീ മാറിപ്പോയിക്കോന്ന് പറഞ്ഞിട്ട് ഇവൾ അവന്റെ ഇഷ്ടം നടത്തി കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഓർഗൻ കൊടുത്ത് പണം മേടിക്കാൻ നിന്ന്. ഓർഗന്റെ പണവുമായിട്ട് പാർക്കിംഗ് ഓടി ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും ആശുപത്രിക്കാർ അവളെ പുറത്താക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഹൻമയെ ഇയാൾ കണ്ടിട്ടില്ല, അവൾ എങ്ങോട്ടോ പോയി. 1 മാസം കഴിഞ്ഞ് വീണ്ടും ഹൻമെ പാർക്യോങ്ങിനെ കാണാൻ വന്നു. അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ഓർമ്മയുണ്ടോ, അവനെ നീ കൊല്ലണമെന്ന് പറഞ്ഞു, ഞാൻ പണം തരാം, അവനെ നീ കൊല്ലണം. നിന്റെ കയ്യിൽ എവിടുന്നാണ് പണം എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു സ്ഥലത്ത് നാനിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ കൊച്ചിനെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത് നിനക്ക് തരാം, നീ അവരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിച്ചു. അങ്ങനെ അവൻ ഡീലിന് സമ്മതിച്ചിട്ട് ഭർത്താവിനെ കൊന്നുകളയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞുമായി വരാമെന്ന് പറഞ്ഞ പെണ്ണിനെ കാണാതായി. എനിക്ക് കുഞ്ഞിനെ പറ്റി ഒന്നും അറിയില്ല, അവൾ ഡീല് മുറിച്ച് മറ്റെന്തോ ചെയ്തു, ഇപ്പം അവൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല. സത്യം പറയാം, ഒരു സൂചനയില്ല എന്ന് പോലീസുകാർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ കരഞ്ഞിട്ട്, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ അവളെ കൊല്ലും, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം, അവൾ എവിടെയാണ് പോയതെന്ന് എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ? അപ്പോൾ പാർക്യോങ് പറയും, അവൾ എന്നോട് ഒരു കുഞ്ഞിൻ്റെ പാസ്പോർട്ട് ചോദിച്ചിരുന്നു, അവളുടെ കുഞ്ഞിനാണെന്നാണ് പറഞ്ഞത്. ഒരുപക്ഷെ കുഞ്ഞുമായിട്ട് തിരിച്ച് ചൈനയിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇത് കേട്ട പാടെ ചൈനയിലേക്ക് പോകുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് പോലീസ് പരിശോധിക്കാൻ തുടങ്ങും. അപ്പോൾ അവർക്കൊരു ഹിന്റ് കിട്ടും, ഹൻമയുടെ രൂപത്തിലുള്ളൊരു പെണ്ണ് കപ്പൽ മാർഗം ചൈനയിലേക്ക് പോകുന്നുണ്ട്. ഇവരൊരു പോലീസിന്റെ പട തന്നെ ആ കപ്പലിനടുത്തേക്ക് ചെല്ലുന്നു. ആദ്യമേ ഹീറോയിൻ ആ കപ്പലിനകത്തേക്ക് ഓടിച്ചെല്ലും. എല്ലായിടത്തും പരിശോധിക്കുമ്പോൾ ഹൻമെ കൊച്ചിനെ പിടിച്ചുകൊണ്ട് ഒരു മൂലയ്ക്ക് അതിനെ കളിപ്പിച്ചിട്ട് നിൽക്കുകയാണ്. ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, ആ കുഞ്ഞും സന്തോഷത്തില. അമ്മ കുഞ്ഞിനടുത്തേക്ക് ഓടിച്ചെല്ലും. ഹൻമെ ഹീറോയിനെ കണ്ടുടനെ ആ കുഞ്ഞിനെയും കൊണ്ട് കപ്പലിന്റെ ഏറ്റവും മുൻഭാഗത്തെ എഡ്ജിലേക്ക് പോവാണ്. ഇനി പോകാൻ വഴിയില്ല, അവളവിടെ കുടുങ്ങി. ഹീറോയിൻ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചാ, നീ അവൾ എന്ത് ചെയ്യാൻ പോവാ? ഹൻമെ പറയും, ഇത് നിങ്ങളുടെ കുഞ്ഞല്ല, എൻ്റെ കുഞ്ഞാണ് ജെയിൻ. അപ്പോഴേക്കും പോലീസുകാർ ചുറ്റും കൂടിക്കഴിഞ്ഞു. ഹൻമെ മുകളിലേക്ക് കയറി വെള്ളത്തിലേക്ക് ചാടുന്ന പോലെ നിൽക്കും. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ വെള്ളത്തിൽ ചാടും. പോലീസുകാർ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. ഉടനെ ഹീറോയിൻ ഹൻമെ ഫ്രീസറിന് പുറത്ത് വെച്ചൊരു തുണിയില്ലേ അത് കാണിക്കും. ഇത് നിന്റെ കൊച്ചിന്റെ തുണിയല്ലേ, അവൾക്ക് ചൂട് പകരാൻ വേണ്ടി നീ ഫ്രീസറിന് മുകളിൽ വെച്ച തുണിയാത്, ഓർമ്മയല്ലേ? നിന്റെ മോള് ജെയിൻ, അവളുടെ തുണിയാണത്. 1 സെക്കൻഡ് ഹൻമെ പതറി നിൽക്കുമ്പോൾ ഹീറോയിൻ കപ്പലിന്റെ സൈഡിലേക്ക് കയറിയിട്ട്, എൻ്റെ കുഞ്ഞിനെ കൊല്ലണ്ട,
അതിന് പകരമായിട്ട് ഞാൻ മരിച്ചോളാം. കുഞ്ഞൊന്നും ചെയ്തിട്ടില്ലല്ലോ, എല്ലാം എൻ്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കേ. എനിക്കറിയാം നീ നിന്റെ കുഞ്ഞിനെ പോലെ തന്നെ നമ്മുടെ കുഞ്ഞ് ഡായോനിയെ സ്നേഹിക്കുന്നുണ്ട്. അവള് മരിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ല. അവള് ജീവിച്ചോട്ടെ, ഞാൻ മരിച്ചോളാം. ഇത് കേൾക്കുമ്പോൾ ഹൻമേ കരഞ്ഞിട്ട് ആ കൊച്ചിനെ പോലീസുകാരുടെ കയ്യിലേക്ക് കൊടുക്കും. അങ്ങനെ കുഞ്ഞ് രക്ഷപ്പെട്ടോ. പക്ഷെ ഹൻമേ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. പോലീസുകാർ ചാടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയിൻ ഹൻമയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട്. കൈപിടിച്ച് വലിക്കുമ്പോൾ അവൾ ആ കൈ തട്ടി മാറ്റും. അവളിനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുഞ്ഞിന്റെ തുണിയും പൊത്തിപ്പിടിച്ച് അവൾ കടലിന്റെ ആഴങ്ങളിലേക്ക് മൺമറഞ്ഞുപോയി. ഗർഭിണിയായിരിക്കവേ ഒരുപാട് സുന്ദരിയായിരുന്നു ഹൻമ. തൻ്റെ കുഞ്ഞിനോടായിരുന്നു അവളെല്ലാം പങ്കുവയ്ക്കുക. കുഞ്ഞിനു വേണ്ടി മാത്രം ജീവിച്ച അമ്മ, കുഞ്ഞിനു വേണ്ടി പ്രതികാരവും ചെയ്ത അമ്മ. അങ്ങനെ ഹൻമയുടെ കഥ അവിടെ കഴിയുമ്പോൾ ഇവിടെ മറ്റൊരമ്മയുടെയും കുഞ്ഞിൻ്റെയും കഥ തുടങ്ങായി. അവിടെ വെച്ച് മിസ്സിംഗ് വുമൺ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗായ്സ്, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. ചെയ്യണോ വേണ്ടിയോ എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നല്ല പടമല്ലേ, ചെയ്ത് കളയാന്ന് വെച്ചു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ഹൊറർ സിനിമയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുലുട്ടുമാസ്.